जय जय श्री चैतन्य जय नित्यानंद, जय द्वैत चंद्र जय गौरभक्तवृंद। जय जय श्री चैतन्य जय नित्यानंद, जय द्वैत चंद्र जय गौरभक्तवृंद। जय जय श्री चैतन्य जय नित्यानंद, जय द्वैत चंद्र जय गौरभक्तवृंद। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो। श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखामितांश्च। हे कृष्ण करुणा सिंधो दीनबंधो जगत्पदे गोपेश गोपिका कांदा राधा कांदा नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वंशकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। मुखं करोति वाचालं पङ्गुं लघेते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും വിനീതമായ പ്രണാമം. ശ്രീ ചൈതന്യ ചരിതാമൃതം മധ്യലീല അധ്യായം 4 നമ്മൾ പഠിച്ചു വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുന്നത് 155 വരെയാണ്. 156 മുതൽ നമുക്ക് നോക്കാമെന്ന്. ശ്രീപാദ് മാധവേന്ദ്രപുരി പാദ് അദ്ദേഹം വൃന്ദാവനത്തിൽ നിന്ന് ജഗന്നാഥപുരിയിലേക്ക് പോകുന്നു. എന്തിനാണ് പോകുന്നത് നമുക്കറിയാം. ഗോപാലിൻ്റെ നിർദ്ദേശപ്രകാരം ഗോപാൽ പറഞ്ഞു, ചന്ദനം കൊണ്ടുവരണം. കുറേ വർഷങ്ങളായിട്ട് ഞാൻ മണ്ണിൻ്റെ അടിയിൽ ഇരിക്കുകയായിരുന്നു, ശരീരത്തിലെ താപം പോകുന്നില്ല, അതുകൊണ്ട് മലയ ചന്ദനം വേണം എന്ന് പറഞ്ഞ് ശ്രീപാദ് മാധവേന്ദ്രപുരിയെ അത് കൊണ്ടുവരാൻ വേണ്ടി വിടുന്നു. അങ്ങനെ ജഗന്നാഥപുരിയിലേക്ക് അദ്ദേഹം പോകുന്നു. പോകുന്ന വഴിക്ക് രമുണ എന്ന് പറയുന്ന സ്ഥലത്തൂടെ പോകുന്നതും നമ്മൾ ഖീർഷോർ ഗോപിനാഥൻ്റെ ലീലകൾ കേട്ടു. ഇനി അതിനുശേഷം അദ്ദേഹം ജഗന്നാഥപുരിയിലെത്തിയതിനു ശേഷം അദ്ദേഹത്തിന് വേണ്ട ചന്ദനം കിട്ടുന്നു. അങ്ങനെ തിരിച്ച് അദ്ദേഹം അതെല്ലാം കൊണ്ടുപോവുകയാണ് വൃന്ദാവനത്തിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും തിരിച്ചു പോകുമ്പോൾ ഗോപിനാഥനെ കണ്ടിട്ടാണ് പോകുന്നത്. ഖീർച്ചോർ ഗോപിനാഥൻ്റെ അവിടെ പോകുന്നുണ്ട്, രമുണയിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്ദർഭമാണ് ഇപ്പോൾ. തിരിച്ച് അദ്ദേഹം ഗോപിനാഥൻ്റെ അവിടെ എത്തി. ഇനി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 185 നമുക്ക് വായിച്ചിട്ട് പോവാം മുന്നോട്ട്. ഗോപിനാഥ ചരണേ കൈല ബാഹു നമസ്കാർ, പ്രേമാവേശ നൃത്യ ഗീത കരീല അപാർ. ശ്രീപാദ് മാധവേന്ദ്രപുരി ഗോപിനാഥൻ്റെ അമ്പലത്തിലെത്തിയപ്പോൾ ഖീർച്ചോർ ഗോപിനാഥ് രമുണയിൽ വന്നപ്പോൾ അദ്ദേഹം ഗോപിനാഥൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഇവിടെ പറയുന്നു ബഹു നമസ്കാര. ഒരു പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം അദ്ദേഹം നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പ്രേമാവേശ നൃത്യ ഗീത കരീല അപാർ. പ്രേമാവേശം കൊണ്ട്, കൃഷ്ണപ്രേമം കൊണ്ട് അദ്ദേഹം നൃത്യ ഗീത, ഡാൻസ് കളിക്കുന്നു. അതേപോലെ കീർത്തനം ചൊല്ലിക്കൊണ്ട് നൃത്യം കളിക്കുന്നു. അതാണ് പറയുന്നത് കരീല അപാർ. അത് പറയുന്നു അപാരമായിട്ടുള്ളത്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് 185 പറയുന്നത്. ഇനി എന്താണെന്ന് നോക്കാം. 186 മുതൽ. പുരി ദേഖി സേവക സഭ സമ്മാന കരീല,
ക്ഷീരപ്രസാദ ദിയ താരേ ഭിക്ഷക്കാരില. ഓക്കെ, ശ്ലോകം വായിക്കാം. ശ്ലോകം വായിച്ചോളൂ ആരെങ്കിലും. कृष्ण प्रभु जी। पुरी देखी सेवक സഭ സമ്മാന കരില, ക്ഷീരപ്രസാദ ദിയ താൻ്റെ ഭിക്ഷ കരായില്ല. വിവർത്തനം വായിക്കണം പ്രഭു. വായിക്കണം. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. മാധവേന്ദ്രപുരിയെ വീണ്ടും കണ്ട ഗോപിനാഥന്റെ പൂജാരി അദ്ദേഹത്തിന് എല്ലാ ആദരങ്ങളും അർപ്പിക്കുകയും പാൽപായസ പ്രസാദം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ഹരേ കൃഷ്ണ. തിരിച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ശ്രീപാദ് മാധവേന്ദ്രപുരിയെ കണ്ടപ്പോൾ ഗോപിനാഥിൻ്റെ പൂജാരിക്ക് സന്തോഷമായ കാര്യം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അതിനു മുമ്പ് എന്തായിരുന്നു സംഭവിച്ചതെന്നുള്ളത്. ഗോപിനാഥ് പായസം മാറ്റിവെക്കുന്നു, കട്ടെടുക്കുന്നു എന്നാണ് പറയുന്നത്. മാറ്റിവെച്ച് മാധവേന്ദ്രപുരിക്ക് കൊടുക്കാൻ പറയുന്നു. മാധവേന്ദ്രപുരി ആണെങ്കിൽ അവിടെ പുറത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി, ഇങ്ങനെ ഗോപിനാഥിൻ്റെ ഈ പായസത്തിൻ്റെ സ്വാദ് എങ്ങനെയായിരിക്കും, അതിൻ്റെ രുചി എങ്ങനെയാണെന്നുള്ളത് അതൊന്ന് രുചിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇത് നൈവേദ്യം ഭഗവാന് സമർപ്പിക്കുന്നതിനേക്കാളും മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം സ്വയം അദ്ദേഹത്തെ പഴി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മനസ്സിൽ എങ്ങനെ ഇങ്ങനൊരു ചിന്ത വന്നു. ഭഗവാന് നൈവേദ്യം സമർപ്പിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ അത് രുചിക്കാനുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്നു. ധിക്കാരമാണ് ഇത്, ഞാൻ പാപിയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിഷമത്തിൽ. കാര്യം പരിശുദ്ധ ഭക്തനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു തെറ്റായിട്ടുള്ളൊരു തോന്നൽ വന്നു എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. ഇത് ഗോപിനാഥ് കേട്ടു, കാണുന്നുണ്ട്. ഗോപിനാഥ് കാണുന്നുണ്ട്. ഗോപിനാഥ് അതുകൊണ്ട് ഒരു കുടം പായസം മാറ്റിവെക്കുന്നു. എന്നിട്ട് രാത്രിയിൽ അദ്ദേഹം സ്വപ്നത്തിൽ പൂജാരിയുടെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറയുന്നു മാധവേന്ദ്രപുരിക്ക് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ മാധവേന്ദ്രപുരി ആരാണെന്ന് അന്വേഷിച്ച് ഇദ്ദേഹം, അവിടുത്തെ പൂജാരി പുറത്തിറങ്ങി നടക്കുന്നു. മാധവേന്ദ്രപുരി ആരാണ്, അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഗോപിനാഥ് അങ്ങേക്ക് വേണ്ടി പായസം മാറ്റിവെച്ചിട്ടുണ്ട്, പാൽപ്പായസം മാറ്റിവെച്ചു, കട്ടെടുത്തു, അങ്ങേക്ക് തരാൻ വേണ്ടി പറഞ്ഞു. ആരാണ് മാധവേന്ദ്രപുരി? അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ അവസാനം മാധവേന്ദ്രപുരി പതുക്കെ ആരാണ് വിളിക്കുന്നതെന്ന് അറിയാതെ അദ്ദേഹം നോക്കുമ്പോൾ മാധവേന്ദ്രപുരി കണ്ട മാത്രമേ അദ്ദേഹം ഈ പൂജാരി നമസ്കരിക്കുന്നു. എന്നിട്ട് പറയുന്നു, അങ്ങേപ്പോലെ ഭാഗ്യവാനായിട്ടുള്ള വേറെ ആരുമില്ല ഈ ലോകത്ത്. മാധവേന്ദ്രപുരി, അങ്ങാണ് പരിശുദ്ധ ഭക്തൻ. ഗോപിനാഥ് അങ്ങേക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്, കട്ടെടുത്തതാണ്, അങ്ങേക്ക് തരാൻ വേണ്ടി എനിക്ക് നിർദ്ദേശം തന്നു എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് മാധവേന്ദ്രപുരി വളരെ ബഹുമാനത്തോടുകൂടി നന്ദിയോടുകൂടി അത് സ്വീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് അശ്രു ധാരയായിരുന്നു. അതിനുശേഷം അദ്ദേഹം ആ ഉന്മാദത്തിൽ നൃത്തം കളിക്കുന്നു, കീർത്തനം ചൊല്ലുന്നു. അങ്ങനെ അതിനുശേഷം പറയുന്നു, ഈവൻ ആ പായസം കഴിച്ചതിന് ശേഷം, പ്രസാദം കഴിച്ചതിന് ശേഷം ആ മൺപാത്രം അദ്ദേഹം പൊടിച്ചു. എന്നിട്ട് ആ മണ്ണ് എടുത്തു വെച്ചു. കുറച്ച് എല്ലാ ദിവസവും ആ പ്രസാദം അല്ലെങ്കിൽ ആ മൺപാത്രം പോലും അദ്ദേഹം സേവിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു അദ്ദേഹം ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ അവിടെ നിന്ന് പോയി. കാര്യം അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ അറിഞ്ഞു തുടങ്ങി, ഫേമസ് ആയി തുടങ്ങിയപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഉടനെ തന്നെ അദ്ദേഹം പോകുന്നു. പക്ഷേ അദ്ദേഹം ജഗന്നാഥ്പുരിയിലേക്ക് എത്തുന്നേക്കാൾ മുമ്പ് തന്നെ ജഗന്നാഥ്പുരിയിലെ ഓൾറെഡി ന്യൂസ് വന്നിരുന്നു. ജഗന്നാഥ്പുരിയിലെ ഭക്തർ മാധവേന്ദ്രപുരിയെ തിരിച്ചറിഞ്ഞു തുടങ്ങി. ക്ഷീരച്ചോറ് ഗോപിനാഥ് കട്ടെടുത്ത് പായസം മാറ്റിവെച്ച് കൊടുത്ത അതേ ഭക്തനാണ് ഈ മാധവേന്ദ്രപുരി എന്നുള്ളത്. അങ്ങനെ അദ്ദേഹത്തിന് കാര്യം അതിൽ നിന്നുള്ളൊരു പാഠം എന്താണെന്ന് വെച്ചാൽ, പരിശുദ്ധ ഭക്തർ ഒരിക്കലും പേരിനും പ്രശസ്തിക്കും വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അവർക്കിഷ്ടമല്ല പേരും പ്രശസ്തിയും. അവരുടെ ഭക്തിയിൽ, അവരുടെ സാധനയിൽ ഒരു ബാധയായിട്ടാണ് അവർക്ക് തോന്നുന്നത്. ശരിക്കും തീർച്ചയായിട്ടും ഒരു ബാധയാവും നമ്മൾ അത് വേണ്ട രീതിയിൽ അതിനെ കണ്ടില്ലെങ്കിൽ, അത് ഭഗവാന്റെ മഹാകൃപയാണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വെറും ഉപകരണങ്ങളാണ് ഭഗവാന്റെ കൈകളിലുള്ള എന്നുള്ള ഒരു ഭാവമല്ലെങ്കിൽ നമുക്ക് അഹങ്കാരം വരും. സ്ഥാനം, മാനം, നെയിം, ഫെയിം, റെക്കഗ്നീഷന് പുറകിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തകർച്ചയാണ്. പിന്നെ ഭക്തിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഫേമസ് ആവുമായിരിക്കും, പക്ഷേ അത്
ഭക്തിയിലല്ല, ഭഗവാൻ അത് അംഗീകരിക്കില്ല. അപ്പോൾ മാധവേന്ദ്രപുരി പരിശുദ്ധ ഭക്തനായതുകൊണ്ട് അദ്ദേഹത്തിന് അതിലൊന്നും താല്പര്യമില്ല. അദ്ദേഹം പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു. പക്ഷേ ഭഗവാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭഗവാന്റെ ശുദ്ധ ഭക്തരെ അദ്ദേഹം ഫേമസ് ആക്കും. എവിടെയും പോയില്ലെങ്കിലും ഭജൻ കുട്ടീരിൽ ഇരുന്നാലും ഗുഹയിലിരുന്ന് അദ്ദേഹം ഭജൻ ചെയ്യുകയാണെങ്കിലും ആരാണെങ്കിലും ഭഗവാന് വേണമെന്ന് വിചാരിച്ചാൽ അവരെ വേൾഡ് ഫേമസ് ആക്കും. അത് ഭഗവാന്റെ മഹാകൃപയാണ്. എന്നാൽ അവരതിൽ ക്രെഡിറ്റ് എടുക്കുന്നുമില്ല. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ളവരെയാണ് ഭഗവാൻ ഫേമസ് ആക്കുന്നത്. അപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. വൃന്ദാവനത്തിൽ വരെ വേറെ സമ്പ്രദായങ്ങളിലുള്ള ആചാര്യന്മാരാണ്, എന്നാലും ഒരുപാട് പേര് വളരെ ഫേമസ് ആയിട്ടുള്ളവർ, അതായത് ലോകം മുഴുവനും ഫോളോവേഴ്സ് ഉള്ള ആളുകളൊക്കെ ഉണ്ട്. അതിൽ പല കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അതിൽ ചില ആളുകൾ ഈ പറഞ്ഞ പോലെ ഒറിജിനൽ ആണോ എന്ന് നമുക്കറിയില്ല. എന്നാൽ അതിൽ പരിശുദ്ധ ഭക്തരായിട്ടുള്ളവരും ഉണ്ട്. അവരൊന്നും ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല പുറം ലോകം അറിയണം ഞങ്ങളെ എന്നുള്ളത്. പക്ഷേ ഭഗവാൻ അത് അറിയിപ്പിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ കുറേ പേരുണ്ട് ഇപ്പോഴും. സോ മാധവേന്ദ്രപുരി ആ കാറ്റഗറിയിലായിരുന്നു. അദ്ദേഹം പരിശുദ്ധ ഭക്തനായിരുന്നു. അദ്ദേഹത്തിന് ഇതൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭഗവാൻ അദ്ദേഹത്തെ ഫേമസ് ആക്കി. എന്താണെങ്കിലും അതിനുശേഷം അദ്ദേഹത്തിന് ചന്ദനം കിട്ടി തിരിച്ചു വരുവാണ്. അപ്പോൾ സന്തോഷമായി പൂജാരിക്ക് അദ്ദേഹത്തെ വീണ്ടും കണ്ടപ്പോൾ. കാര്യം അദ്ദേഹത്തിൻ്റെ മഹിമ, അദ്ദേഹത്തിന് മാധവേന്ദ്രപുരിയുടെ മഹിമ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് എന്നിട്ട് പ്രസാദം കൊടുക്കുന്നു, വീണ്ടും ഖീർ പ്രസാദം അദ്ദേഹത്തിന് കൊടുക്കുന്നു. സെയ് രാത്രി ദേവാലയെ കരില ശയൻ, ശേഷരാത്രി ഹൈലെ പൂരി ദേഖില സ്വപ്ന. ഓക്കെ. ഹരേ കൃഷ്ണ പ്രഭു. ശ്രീരാത്രി ദേവാലയെ കരില ശയന, ശേഷരാത്രി ഹൈലെ പൂരി ദേഖില സ്വപ്ന. വിവർത്തനം ബൈ സ്റ്റീവൻ ഗ്രേസ്, അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭാത് കി ജയ്. മാധവേന്ദ്രപുരി ആ രാത്രി ക്ഷേത്രത്തിൽ വിശ്രമിച്ചു. രാത്രിയുടെ അന്ത്യത്തിൽ അദ്ദേഹം മറ്റൊരു സ്വപ്നം കണ്ടു. ഹരേ കൃഷ്ണ. അന്ന് രാത്രി ശ്രീപാദ് മാധവേന്ദ്രപുരി ഗോപിനാഥൻ്റെ അമ്പലത്തിൽ താമസിക്കുന്നു. രാത്രി ഉറങ്ങുന്ന സമയത്ത്, അദ്ദേഹം റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് വേറൊരു സ്വപ്നം വരുന്നു. എന്താണെന്ന് നോക്കാം. ഗോപാല ആസിയ കഹേ ശുന ഹേ മാധവ, കർപ്പൂര ചന്ദന ആമി പാലിയാമ സഭ. ഹരേ കൃഷ്ണ. ഗോപാല ആസിയ കഹേ ശുന ഹേ മാധവ, കർപ്പൂര ചന്ദന ആമി പായിലാമ സഭ. വിവർത്തനം ശ്രീ പ്രഭാത് കി ജയ്. സ്വപ്നത്തിൽ ഗോപാലൻ മാധവേന്ദ്രപുരിയോട് പറഞ്ഞു, ചന്ദനവും കർപ്പൂരവും മുഴുവൻ എനിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹരേ കൃഷ്ണ. വൃന്ദാവനത്തിലെ ഗോപാലിന്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, ഗോപാലിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നതും ജഗന്നാഥ്പുരിയിൽ പോകുന്നതും ചന്ദനം കൊണ്ടുവരുന്നതും തിരിച്ചു പോകുന്ന വഴിക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ. ഓൾറെഡി ഗോപാൽ പറഞ്ഞു, എനിക്ക് കിട്ടാനുള്ള ചന്ദനവും കർപ്പൂരവും ഒക്കെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, അത്രയും പറഞ്ഞു. ഇനി എന്താണ് പറയുന്നത് ഫർദർ? ഗോപാൽ അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. 159. കർപ്പൂര സഹിതേ ഘാഷി ഏ സബ ചന്ദൻ, ഗോപിനാഥ് തേര അംഗേ നിത്യ കരഹൈലേപ്പൻ. ഓക്കെ, വായിക്കൂ. സഹിത ഘസി ഏ സബ ചന്ദന, ഗോപിനാഥേര അംഗേ നിത്യ കരഹലേപന. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ്, അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭാത് കി ജയ്. ഇപ്പോൾ ഈ ചന്ദനവും കർപ്പൂരവും ചേർത്ത് അരച്ച് അവ തീരുന്നതുവരെ നിത്യവും ഗോപിനാഥന്റെ തിരുമേനിയിൽ ലേപനം ചെയ്യുക. ഹരേ കൃഷ്ണ. അദ്ദേഹം ഇൻസ്ട്രക്ഷൻ കൊടുത്തു, ചന്ദനം എനിക്ക് വേണ്ട, എനിക്ക് ഓൾറെഡി കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞു, ചന്ദനവും കർപ്പൂരവും. ഇനി കൊണ്ടുവന്നിട്ടുള്ള ചന്ദനം ഗോപിനാഥന് തേച്ചു കൊടുക്കാൻ പറഞ്ഞു. ഗോപിനാഥനെ അരച്ച് തേച്ചു കൊടുക്കണം. അത് കഴിയുന്നവരെ ഗോപിനാഥനെ ലേപനം ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശം ആര് കൊടുക്കുന്നു? ഗോപാലും ഗോപിനാഥും ഒരേ വ്യക്തികളാണ്. എന്നാൽ ഒരാൾ വൃന്ദാവനത്തിൽ, ഒരാൾ രമണയിലിരിക്കുന്നു. ഗോപിനാഥ അമരസേ ഏക ഏ അംഗഹായ്, അതാണ് പറയുന്നത്. ഈ ഹാക്കെ ചന്ദന ദിലേ ഹബമോര താപക്ഷയ. ഹരേ കൃഷ്ണ. ഗോപിനാഥ അമരസേ ഏകൈ അംഗഹയ, ഇൻഹാകെ ചന്ദനാദിലെ ഹബേ മോര താപക്ഷയ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്.
ഗോപിനാഥനും ഞാനും തമ്മിൽ വ്യത്യാസമില്ല. അതിനാൽ ഗോപിനാഥന്റെ തിരുവുടലിൽ ചന്ദനം പൂശിയാൽ അത് എന്റെ ഉടലിൽ പുരട്ടുന്നതിന് സമമാകുന്നു. അപ്രകാരം എന്റെ താപം ശമിക്കും. ഭാവാർത്ഥം: രേമുണയിൽ നിന്ന് വളരെ ദൂരെയുള്ള വൃന്ദാവനത്തിലാണ് ഗോപാലൻ സ്ഥിതി ചെയ്തിരുന്നത്. അക്കാലത്ത് ചിലപ്പോൾ മുസ്ലിങ്ങൾ ഭരിക്കുന്ന പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെ വരുമ്പോൾ അവർ ചിലപ്പോൾ യാത്രക്കാർക്ക് വിഘ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ടായിരുന്നു. തന്റെ ഭക്തന്റെ പ്രയാസം പരിഗണിച്ച ഗോപാലൻ തന്റെ ശരീരത്തിൽ നിന്ന് അനന്യനായ ഗോപിനാഥന്റെ തിരുവുടലിൽ ചന്ദനക്കുഴമ്പ് പുരട്ടാൻ മാധവേന്ദ്രപുരിയോട് ആജ്ഞാപിച്ചു. ഭഗവാൻ മാധവേന്ദ്രപുരിയെ ഇவ்விധത്തിൽ കുഴപ്പങ്ങളിൽ നിന്നും അസൗകര്യങ്ങളിൽ നിന്നും മോചിപ്പിച്ചു. ഹരേഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഇപ്പോൾ ഗോപാലന് അവിടെ വേറെ ആരെങ്കിലും ചന്ദനം കൊടുത്തിട്ടുണ്ടോ കർപ്പൂരം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നില്ല. പക്ഷേ ഗോപാലിൻ്റെ ഒരു മനസ്സ് നോക്കൂ, ഭഗവാന്റെ മനസ്സ്. ഭഗവാന്റെ മനസ്സ് നമ്മളെ പോലുള്ള മനസ്സല്ല. മനസ്സെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ ഹൃദയം, അദ്ദേഹത്തിൻ്റെ ഒരു ഉള്ളിൽ തോന്നുന്ന ആ ഒരു ഫീലിങ്സ് നോക്കൂ. അദ്ദേഹം ഗോപിനാഥ് പറയുന്നു, ഗോപാൽ പറയുന്നു, ഗോപിനാഥ് അമാര സൈ ഏക ഏ അംഗ, ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ്. ഗോപാൽ പറയാണ് ഗോപിനാഥ് ഞാനും ഒന്നാണ്. അപ്പോൾ ചന്ദനം ഗോപിനാഥനെ തേപ്പിച്ചു കൊടുത്താൽ അത് എനിക്ക് എൻ്റെ ശരീരത്തിൽ തേക്കുന്നതിന് തുല്യമാണ്. ഗോപിനാഥനെ അവിടെ തേപ്പിച്ചു കൊടുത്താൽ മതി, എൻ്റെ ശരീരത്തിലെ താപം കുറഞ്ഞോളും, താപക്ഷയ, വ്യത്യാസമില്ല ഞങ്ങൾ രണ്ടുപേരും എന്നാണ് പറയുന്നത്. ശീലപ്രഭാത് അപ്പോൾ ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നു. അദ്ദേഹം പറയുന്നു, വൃന്ദാവനത്തിലുള്ള ഗോപാലൻ രമുണയിലുള്ള ഗോപിനാഥൻ്റെ ശരീരത്തിൽ ചന്ദനം തേക്കാൻ പറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു യാത്രയിൽ ഒരുപാട് തടസ്സങ്ങൾ മുൻകൂട്ടി കാണുന്നുണ്ട് ഗോപാലൻ. ബിക്കോസ് അന്നത്തെ കാലത്ത് ബോർഡർ ഓരോ സ്ഥലങ്ങളും കടന്നു പോകണമെങ്കിൽ ബോർഡർ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തെ ടോൾ ഗേറ്റ് പോലെയല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ്. അപ്പോൾ അവിടെ ആളുകളുണ്ടാവും. ചിലപ്പോൾ ഇവിടെ പറയുന്നു വേറെ സമ്പ്രദായത്തിലുള്ള ആളുകളൊക്കെ ഒരുപക്ഷെ ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. കാര്യം പ്രത്യേകിച്ചും ചന്ദനം പോലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിന് അവർ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഗോപാലൻ മുൻകൂട്ടി കണ്ട് മാധവേന്ദ്രപുരിക്ക് ബുദ്ധിമുട്ടുകളൊന്നും വരരുത് എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഗോപിനാഥന് തേപ്പിച്ച് കൊടുത്താൽ മതി, എനിക്ക് കിട്ടുന്ന എൻ്റെ ശരീരത്തിൽ തേക്കുന്നത് പോലെ തന്നെയാണ് എന്ന് പറയുന്നു. അതാണ്. അപ്പോൾ ആ ഒരു യാത്രയിലുണ്ടാകുന്ന തടസ്സങ്ങളൊന്നും അങ്ങേക്ക് ഉണ്ടാവരുത് എന്നുള്ളൊരു, മാധവേന്ദ്രപുരിക്ക് ഉണ്ടാവരുത് എന്നുള്ളൊരു ഭാവത്തിലാണ് ഗോപാൽ അങ്ങനെ പറയുന്നത് എന്ന് പ്രഭുപാദ് ഇവിടെ വിശദീകരിക്കുന്നു. ദ്വിദാന ഭാവിഹ ന കരിഹ കിച്ചുമൻ വിശ്വാസ കരി ചന്ദന ദേഹ അമര വചൻ. ഹരേ കൃഷ്ണ പ്രഭു. ദ്വിദാന ഭാവിഹ ന കരിഹ കിച്ചുമനെ വിശ്വാസ കരി ചന്ദന ദേഹ അമര വചനെ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭിചരണാനന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. എന്റെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കാൻ മടിക്കേണ്ട, എന്നിൽ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് വേണ്ടത് ചെയ്യുക. ഹരേ കൃഷ്ണ. അപ്പോൾ ഗോപാല് വീണ്ടും നിർദ്ദേശം കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ പറയുന്നുണ്ട്. കാര്യം ഗോപാലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വന്നതും ചന്ദനം കൊണ്ടുപോകുന്നതും. അപ്പോൾ ആ ഗോപാൽ തന്നെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, അവിടെ ഗോപിനാഥനെ തേപ്പിച്ച് കൊടുത്തോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും കൂടെ അത് ഉറപ്പാക്കിപ്പിക്കുന്നു ആര്? ഗോപാലൻ. അതായത് വിഷമിക്കേണ്ട, അതായത് സംശയം വിചാരിക്കേണ്ട ആവശ്യമില്ല, ഇത് എൻ്റെ തന്നെ നിർദ്ദേശമാണ്, അതുകൊണ്ട് എൻ്റെ നിർദ്ദേശത്തിൽ നീ വിശ്വസിച്ചാലും വേണ്ടതുപോലെ ചെയ്തോളൂ, അതിൽ സംശയം വേണ്ട എന്ന് പറയാണ്. ഏതബലി ഗോപാല ഗേല ഗോസായി ജഗീല ഗോപിനാഥ് തേരാ സേവകൈ ഗണേ ഡാക്കിയ അനില. ഹരേ കൃഷ്ണ. ഏതാബലി ഗോപാല ഗേല ഗോസായി ജാഗില ഗോപിനാഥേര സേവക ഗണേ ഡാകിയ അനില. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഈ നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം ഗോപാലൻ അപ്രത്യക്ഷനാവുകയും മാധവേന്ദ്രപുരി ഉണരുകയും ചെയ്തു. അദ്ദേഹം ഉടനെ ഗോപിനാഥന്റെ എല്ലാ സേവകരെയും വിളിച്ചു. അവരെല്ലാം അദ്ദേഹത്തിന്റെ മുന്നിൽ ആഗതരായി. കൃഷ്ണ പ്രഭുജി.
ശ്രീപാദ് മാധവേന്ദ്രപുരി അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്ക് വന്നു, സ്വപ്നം കണ്ടു, ഗോപാലൻ വന്നു കാര്യം പറഞ്ഞു. ഗോപാലൻ പോയി, അദ്ദേഹത്തിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് അദ്ദേഹം ഗോപാൽ പോയി സ്വപ്നത്തിൽ നിന്ന്. മാധവേന്ദ്രപുരി എഴുന്നേൽക്കുന്നു, ഗോപിനാഥൻ്റെ സേവകരെ വിളിക്കുന്നു. ഇനി എന്താണ് അവർക്ക് കൊടുക്കുന്ന അവരോട് പറയുന്നത് നമുക്ക് നോക്കാം. പ്രഭുര ആജ്ഞാഹൈല ഏ കർപ്പൂര ചന്ദൻ ഗോപിനാഥേര അംഗേ നിത്യ കരഹലേപൻ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭുര ആജ്ഞാ ഹൈല ഏ കർപ്പൂര ചന്ദന ഗോപിനാഥേര അംഗേ നിത്യ കരഹലേപന. വർത്തനം ബൈ ശ്രീ വെങ്കടേശ് സഭ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. മാധവേന്ദ്രപുരി പറഞ്ഞു, ഞാൻ വൃന്ദാവനത്തിലെ ഗോപാലനു വേണ്ടി കൊണ്ടുവന്ന ഈ കർപ്പൂരവും ചന്ദനവും ഗോപിനാഥന് നിത്യവും ലേപനം ചെയ്യണമെന്ന് ഭഗവാന്റെ ആജ്ഞയുണ്ട്. ഹരേ കൃഷ്ണ. ശ്രീപാദ് മാധവേന്ദ്രപുരി അവരോട് സേവകരോട് പറഞ്ഞു, ഗോപാലിന് വേണ്ടി ഞാൻ കൊണ്ടുപോകുന്ന ചന്ദനമായിരുന്നു, എന്നാൽ അത് ഗോപിനാഥൻ്റെ ശരീരത്തിൽ എല്ലാ ദിവസവും ലേപനം ചെയ്യുവാനുള്ള നിർദ്ദേശം ഓൾറെഡി എനിക്ക് ഗോപാലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളത് ചെയ്യണമെന്ന് പറയുന്നു. ഈഹാ കെ ചന്ദനദിലെ ഗോപാലഹ ഇബേ ശീതൽ സ്വതന്ത്ര ഈശ്വര താര ആജ്ഞാ സേ പ്രബൽ. കൃഷ്ണ പ്രഭു. ഇൻഹാകെ ചന്ദനാദിലെ ഗോപാല ഹൈബേ ശീതള സ്വതന്ത്ര ഈശ്വര തന്ത്ര ആജ്ഞാസേ പ്രബല. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഗോപിനാഥന്റെ തിരുമേനിയിൽ ചന്ദനം പൂശിയാൽ ഗോപാലന് കുളിർമ ലഭിക്കുന്നു. അവിടുന്ന് സർവസ്വതന്ത്രനാണ്, അവിടുത്തെ ആജ്ഞ സർവശക്തമാണ്. ഹരേ കൃഷ്ണ. ഗോപിനാഥൻ്റെ ശരീരത്തിൽ ചന്ദന ലേപനം ചെയ്തു കഴിഞ്ഞാൽ ഗോപാലന് അവിടെ ആ ഒരു കുളിർമ വരുന്നു. രണ്ടുപേരും തമ്മിൽ വ്യത്യാസമില്ല. ഭഗവാൻ പരമദൈവോത്തമ പുരുഷൻ, ഭഗവാൻ സ്വതന്ത്രനാണ്, സ്വരാട്ടാണ്. അദ്ദേഹത്തിന് എന്ത് തീരുമാനങ്ങൾ എടുക്കാം, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ തന്നെയാണ്. അത് പാലിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം കൂടെ, ഉത്തരവാദിത്വം കൂടെ ഉണ്ട്. ഗ്രീഷ്മകാലേ ഗോപീനാഥ പരിബേ ചന്ദൻ ശൂനി ആനന്ദിത ഹൈല സേവകേരമൻ. ഗ്രീഷ്മകാലേ ഗോപീനാഥ പരിബേ ചന്ദന ശൂനി ആനന്ദിത ഹൈല സേവകേരമന. വർത്തനം ശ്രീ വെങ്കടേശ് സഭ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. വേനൽക്കാലത്ത് ഗോപിനാഥന്റെ തിരുമേനിയിൽ ചന്ദനക്കുഴമ്പ് പൂശണമെന്ന് കേട്ട അവിടുത്തെ സേവകർ അത്യന്തം സന്തുഷ്ടരായി. ഹരേ കൃഷ്ണ. ഗോപിനാഥൻ്റെ സേവകർക്ക് സന്തോഷമായി. കാര്യം ഗോപിനാഥന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സേവനമാണ്. മാത്രമല്ല ചന്ദനം ഒരുപാട് വിലപിടിപ്പുള്ളതാണ്. അപ്പോൾ ചന്ദനം അത് അവർക്ക് കിട്ടുന്നു. അപ്പോൾ ഈ വേനൽക്കാലത്ത് ഗോപിനാഥൻ്റെ ശരീരത്തിൽ അവർക്ക് ലേപനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചന്ദനം കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി സേവകർക്ക്. പൂരി കഹേ ഏയ് ദുയി ഗാഷി ബേ ചന്ദൻ ആരാജന ദുയി ദേഹ ദീപ യേ വേതൻ. ഹരേ കൃഷ്ണ. പൂരി കഹേ ഏയ് ദുയി ഖസിബേ ചന്ദന ആരാജന ദുയി ദേഹ ദീപായ വേതന. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. മാധവേന്ദ്രപുരി പറഞ്ഞു, ഈ രണ്ട് സഹായികൾ പതിവായി ചന്ദനം അരയ്ക്കും. നിങ്ങൾ സഹായത്തിന് 2 പേരെ കൂടി കണ്ടെത്തണം. അവരുടെ വേതനം ഞാൻ നൽകിക്കൊള്ളാം. ഹരേ കൃഷ്ണ. ജയ്. ശ്രീപാദ് മാധവേന്ദ്രപുരി പറയുന്നു, കാര്യം ഇത് കുറച്ച് ചന്ദനമൊന്നുമല്ല, വലിയൊരു ചന്ദനത്തിൻ്റെ ബ്ലോക്ക് എടുത്തിട്ടാണ് അദ്ദേഹം വരുന്നത്. അത് മുഴുവനും തീരുന്നവരെ തേപ്പിച്ച് കൊടുക്കണമെന്നും ഗോപാൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഫുൾ നിർദ്ദേശം പാലിക്കണം. അപ്പോൾ അദ്ദേഹം പറയുന്നു, അദ്ദേഹം അവിടെയുള്ള സേവകരോട് പറയുന്നു, നിങ്ങൾ എല്ലാ ദിവസവും ചന്ദനം അരച്ച് ഗോപിനാഥന് കൊടുക്കണം. അതേപോലെ 2 പേരെയും കൂടെ ഞാൻ സഹായത്തിന് എടുക്കണം. അവരുടെ വേതനം ഞാൻ കൊടുക്കാം. അവർക്ക് എന്തെങ്കിലും സാലറി കൊടുക്കണമെങ്കിൽ ഞാൻ വേതനം കൊടുക്കാമെന്ന് അദ്ദേഹം പറയുന്നു. ഏയ് മത ചന്ദനദേയ പ്രത്യാഹ ഗാഷിയ പരായ സേവക സഭ ആനന്ദകരിയ. ഹരേ കൃഷ്ണ പ്രഭു. ഏയ് മത ചന്ദനദേയ പ്രത്യാഹ ഗാഷിയ പരായ സേവക സഭ ആനന്ദകരിയ. വർത്തനം ബൈ ശ്രീ വെങ്കടേശ് സഭ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഈ വിധത്തിൽ ഗോപിനാഥനെ എല്ലാ ദിവസവും ചന്ദനക്കുഴമ്പ് നൽകപ്പെട്ടു. അവിടുത്തെ സേവകർ ഇതിൽ ആനന്ദചിത്തരായി.
സേവകർ സന്തോഷമായവർക്ക് ഗോപിനാഥനാണെങ്കിൽ എല്ലാ ദിവസവും ചന്ദനം തേക്കാനുള്ള ഒരു സേവനവും അവർ കിട്ടുന്നു. മാത്രമല്ല ഗോപിനാഥന് ഒരുപാട് സന്തോഷം കൊടുക്കുന്ന കാര്യമാണ്. ചൂട് കാലത്ത് ചന്ദനം കർപ്പൂരവും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് അത് ശരീരത്തിൽ തേക്കുമ്പോൾ ഒരുപാട് കുളിർമ കിട്ടുന്നു. അപ്പോൾ ഗോപിനാഥന് ആവുമ്പോൾ തീർച്ചയായിട്ടും ഗോപിനാഥൻ്റെ സേവകർക്ക് സന്തോഷമാവുന്നു. സേവകർക്കാണെങ്കിൽ ഗോപിനാഥനെ സേവനം ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. എല്ലാം കൊണ്ടും എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ മാധവേന്ദ്രപുരി പറയുന്നു, നിങ്ങൾ സഹായത്തിന് രണ്ടുപേരെയും കൂടെ വിളിച്ചോളൂ, അതേപോലെ അവരുടെ വേതനം ഞാൻ കൊടുക്കാമെന്നുള്ളത്. ഇപ്പോൾ ഒരു കാര്യം നമുക്കിതിൽ മനസ്സിലാക്കാം. മാധവേന്ദ്രപുരിക്ക് ഒരു ലെസൺ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അത് കേട്ടപ്പോൾ മാധവേന്ദ്രപുരിക്ക് വേണമെങ്കിൽ മാധവേന്ദ്രപുരിയുടെ അവസ്ഥ, അദ്ദേഹം ഒരു സന്യാസിയെ പോലെ ഉള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എന്ത് വരുമാനമുള്ളത്? അദ്ദേഹത്തിന് ഒന്നുമില്ല. അദ്ദേഹം ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്ന വ്യക്തിയല്ല. പക്ഷെ എന്നാലും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഭഗവാന്റെ നിർദ്ദേശം ആയിരുന്നു അല്ലേ, ഭഗവാന്റെ നിർദ്ദേശം പാലിക്കണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് സഹായവും ചെയ്യാൻ ഞാൻ തയ്യാറാണ്, എന്ത് സപ്പോർട്ടും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. സേവനം മുടങ്ങരുത്, കാര്യം ഇത് ഭഗവാന്റെ നിർദ്ദേശമാണ്. അപ്പോൾ ആ സേവനം നടക്കുവാൻ വേണ്ടി നമ്മുടെ കയ്യിൽ, അതാണ് ഭഗവാന്റെ ഒരു നിർദ്ദേശം, ഗുരുവിൻ്റെ ഒരു നിർദ്ദേശം. ചിലപ്പോൾ നമുക്ക് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചോ, പൈസയുടെ കാര്യം മാത്രമല്ല, ഈവൻ നമുക്കത് ചെയ്യാൻ സാധിക്കുമോ, എന്നെക്കൊണ്ട് സാധിക്കുമോ, പറ്റുമോ എന്നുള്ള കുറേ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് തനിയെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അവരുടെ മഹാകൃപ ആവശ്യമാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും ഗുരുവിനെയും ഭഗവാനെയും നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ അവർ പറയുന്ന സേവനങ്ങൾ എന്തൊക്കെയാണോ അത് നടക്കാത്തത് പോലും അത് ഭഗവാനായിട്ട്. ഹരേ കൃഷ്ണ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഓക്കെ, അപ്പോൾ ഗുരുവിൻ്റെ ഭഗവാന്റെ നിർദ്ദേശം പാലിക്കുവാൻ വേണ്ടി നമുക്കതിനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിലും, അത് ഏത് രീതിയിലുള്ള കപ്പാസിറ്റി ആണെങ്കിലും നമ്മളാണ് ചെയ്യുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഈ വക പരിമിതികളൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്നത്. എന്നാൽ ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെന്ന് അറിയുമ്പോൾ അവിടെ പരിമിതികൾക്ക് പ്രസക്തിയില്ല. കാര്യം ഭഗവാൻ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ മാധവേന്ദ്രപുരിക്ക് ഒരു കോൺഫിഡൻസ് നോക്കും. അദ്ദേഹം ഭഗവാന്റെ സർവീസ് മുടങ്ങരുത്, ഭഗവാന്റെ നിർദ്ദേശം മുടങ്ങരുത്. അപ്പോൾ അതുകൊണ്ടത് എങ്ങനെയെങ്കിലും നടക്കണം. അതിനുവേണ്ടി ഞാൻ എന്തും സഹായവും ചെയ്യാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഞാൻ എന്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ, ഇനി ആർക്കെങ്കിലും നിവേദനം കൊടുക്കണമെങ്കിൽ ഞാനത് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാമെന്നുള്ളൊരു ഭാവത്തിലാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടായിട്ടല്ല, അതാണ് ഒരു ഭാവം. ഭഗവാന്റെയും ഗുരുവിൻ്റെയും സേവനം, അതായത് എന്ത് റിസ്ക് എടുത്തും ചെയ്യുന്ന ആളുകളാണ് പരിശുദ്ധ ഭക്തർ. നോക്കിക്കഴിഞ്ഞാൽ പ്രഭുപാദൻ്റെ കാര്യം, പ്രഭുപാദ എല്ലാ റിസ്ക്കും എടുത്തിട്ടാണ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. പ്രഭുപാദിൻ്റെ ഒരുപാട് ഡിസൈപ്പിൾസ് തുടക്കത്തിൽ പല രാജ്യങ്ങളിലേക്ക്, റഷ്യയിലേക്ക് പോയിട്ടുണ്ട്, ആഫ്രിക്ക, ആമസോൺ കാടുകളിലേക്ക് വരെ പോയിട്ടുണ്ട് പ്രചരണത്തിന് വേണ്ടി. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് റിസ്കി കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ മുമ്പിലുണ്ടായിരുന്ന ഒരേ ഒരു ശക്തിയല്ല, അവരുടെ എല്ലാമായിട്ടുള്ളത് ആ ശക്തിയായിരുന്നു പ്രഭുപാദിൻ്റെ എംപവർമെൻറ്റ്. പ്രഭുപാദ് അവരെ അനുഗ്രഹിച്ചിരുന്നു. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട, എൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹവും നിങ്ങളുടെ കൂടെ എന്നുമുണ്ട്, കൂടെ ഭഗവാനുമുണ്ട്. നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യൂ. ആ ഒരു ധൈര്യത്തിലാണ് അവർ പോയി ചെയ്തതും. പിന്നെ മിറാക്കിൾസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നടക്കും. എങ്ങനെയാണെങ്കിൽ ഗുരുവിലുള്ള വിശ്വാസവും ഭഗവാനുള്ള വിശ്വാസവും ഉണ്ടെങ്കിൽ അവരാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളൊരു ഭാവത്തിൽ, നമ്മൾ വെറും ഒരു ഉപകരണമാണ് എന്നുള്ള ഭാവനയിൽ, ഒരു ഭാവത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏത് സർവീസ് ആണെങ്കിലും അതിൽ നമുക്ക് കഴിവുണ്ടോ കഴിവില്ലേ, പ്രാപ്തിയുണ്ടോ പ്രാപ്തിയില്ലേ അതൊക്കെ സെക്കൻഡറി ആയി മാറും. കാര്യം ഭഗവാൻ അതിനുള്ള മാർഗ്ഗങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരും. യെസ്, അടുത്ത ശ്ലോകം. ഓക്കെ, പ്രത്യാഹ ചന്ദന. ഓക്കെ, സോറി, നിങ്ങളെല്ലാവരും മ്യൂട്ട് ചെയ്തു. നിങ്ങൾക്കിപ്പോൾ വായിക്കാൻ സാധിക്കില്ല, അൺമ്യൂട്ട് ചെയ്യാം.
प्रत्याह चंदन पराय यावत् हैल अंता ताताय रहिल पुरी तावत् पर्यंता. ഹരേ കൃഷ്ണ. പ്രത്യേക ചന്ദന പരായ യാവത് ഖൈല അന്ത തഥായ രഹില പുരി താവത് പര്യന്ത. വിവർത്തനം ചില പ്രഭുപാദ കീ ജയ്. ഇങ്ങനെ ചന്ദനം തീരുന്നതുവരെ ഗോപിനാഥ് ലേപനം ചെയ്യപ്പെട്ടു. മാധവേന്ദ്രപുരി ആ സമയം മുഴുവൻ അവിടെ താമസിച്ചു. ഹരേ കൃഷ്ണ. ആ ചന്ദനം തീരുന്നത് വരെ തേപ്പിച്ച് കൊടുക്കണം എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാ ദിവസവും നടക്കുന്നുണ്ടായിരുന്നു. മാധവേന്ദ്രപുരി അത് തീരുന്നവരെ അവിടെ ഗോപിനാഥൻ്റെ അടുത്തുണ്ടായിരുന്നു. ഗ്രീഷ്മകാലേ അന്തപുന നീലാചലെ ഗേല നീലാചലെ ചതുർമാസ്യ ആനന്ദരഹില. हरे कृष्ण प्रभु. ग्रीष्मकाल अन्ते पुनः नीलाचले गेला नीलाचले चातुर्मास्य आनंदे रहिला. വിവർത്തനം ഭാവാർത്ഥമായി. ഹിസ് ഡിവൈൻ ഗ്രേസ് അവചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. വേനൽക്കാലത്തിന്റെ അന്ത്യത്തിൽ വീണ്ടും ജഗന്നാഥപുരിയിലേക്ക് പോയ മാധവേന്ദ്രപുരി ചതുർമാസ്യ കാലം മുഴുവൻ ആനന്ദപൂർവ്വം അവിടെ വസിച്ചു. ഭാവാർത്ഥം. ആഷാഢമാസത്തിലെ ജൂൺ ജൂലൈ ശുക്ലപക്ഷത്തിലെ ശയന ഏകാദശി നാൾ മുതൽ ചാതുർമാസ്യകാലം ആരംഭിക്കുന്നു. ഈ കാലയളവ് കാർത്തിക മാസത്തിലെ ഒക്ടോബർ നവംബർ ശുക്ലപക്ഷത്തിൽ വരുന്ന ഉത്ഥാന ഏകാദശി നാളിൽ അവസാനിക്കുന്നു. ഈ 4 മാസക്കാലം ചാതുർമാസം എന്നറിയപ്പെടുന്നു. ചില വൈഷ്ണവർ ആഷാഢത്തിലെ പൗർണമി മുതൽ കാർത്തികയിലെ പൗർണമി വരെയും ഇത് ആചരിക്കുന്നു. ഈ കാലയളവും 4 മാസമാണ്. മാസങ്ങളുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കപ്പെടുന്നതാണ് ഈ ചാതുർമാസ്യം. പക്ഷേ മറ്റു ചിലർ ശ്രാവണം മുതൽ കാർത്തിക വരെയുള്ള സൂര്യമാസങ്ങളുടെ അടിസ്ഥാനത്തിലും ചാതുർമാസം ആചരിക്കുന്നു. ചാന്ദ്രമാസങ്ങളുടെ അടിസ്ഥാനത്തിലായാലും സൂര്യമാസങ്ങളുടെ അടിസ്ഥാനത്തിലായാലും ഈ കാലയളവ് വരുന്നത് വർഷകാലത്താണ്. എല്ലാ വിഭാഗം ജനങ്ങളും ചാതുർമാസം ആചരിക്കേണ്ടതാണ്. എല്ലാ ആശ്രമങ്ങളിലുള്ളവരും ഇത് ആചരിക്കണം. ഇന്ദ്രിയ സുഖത്തിന്റെ അളവ് പരിമിതപ്പെടുത്തുകയാണ് ഈ 4 മാസത്തെ പ്രചാരണത്തിന്റെ മുഖ്യ ലക്ഷ്യം. ഇത് വളരെ പ്രയാസമുള്ളതല്ല. വ്രതം അനുഷ്ഠിക്കുന്ന വ്യക്തി ശ്രാവണ മാസത്തിൽ ചീരയും ഭാദ്രമാസത്തിൽ തൈരും ഭക്ഷിക്കരുത്. ആശ്വിനത്തിൽ പാൽ കുടിക്കുകയും ചെയ്യരുത്. കാർത്തിക മാസത്തിൽ മത്സ്യമോ മറ്റേതെങ്കിലും സസ്യേതര ആഹാരമോ ഭക്ഷിക്കരുത്. സസ്യേതര ഭക്ഷണം എന്നാൽ മത്സ്യവും മാംസവും എന്നാണ് അർത്ഥം. ഇതുപോലെ മസൂർ പരിപ്പും ഉഴുന്നും സസ്യേതരമായി കണക്കാക്കപ്പെടുന്നു. ഈ 2 പരിപ്പുകളിലും വർദ്ധിച്ച അളവിൽ മാംസ്യം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. മാംസ്യത്തിന്റെ അളവ് കൂടുതലുള്ള ആഹാരത്തെ സസ്യേതര ഭക്ഷണമായി പരിഗണിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ചാതുർമാസ്യത്തിന്റെ 4 മാസം മുഴുവൻ ഇന്ദ്രിയാസ്വാദനത്തിനായി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും വർജിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ശ്രീപാദ് മാധവേന്ദ്രപുരി അങ്ങനെ തിരിച്ച് ആ ഒരു വേനൽക്കാലം കഴിയുമ്പോൾ അദ്ദേഹം തിരിച്ച് എവിടെ പോകുന്നു? ജഗന്നാഥ്പുരിയിലേക്കാണ് പോകുന്നത്. വൃന്ദാവനത്തിലേക്ക് പോകുന്നില്ല, ജഗന്നാഥ്പുരിയിലേക്ക് പോകുന്നു. പിന്നീട് ചാതുർമാസ്യമാണ്, 4 മാസം അവിടെയാണ് പിന്നെ അദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ പ്രഭുപാദജി ഭാവാർത്ഥത്തിൽ പറയുന്നു ചാതുർമാസ്യം എങ്ങനെയാണെന്നുള്ളത്, എവിടെ നിന്ന് എവിടെ വരെയാണെന്നുള്ളത്. അപ്പോൾ ശയന ഏകാദശി മുതൽ ഉത്ഥാന ഏകാദശി വരെയാണ് ചാതുർമാസ്യം സാധാരണ, അല്ലെങ്കിൽ പൂർണിമ മുതൽ പൂർണിമ വരെ. ഇപ്പോൾ നമ്മുടെ കാർത്തിക മാസവും ചില ആളുകൾ പൂർണിമ മുതൽ പൂർണിമ വരെയാണ് ആചരിക്കുന്നത്. ചില ആളുകൾ ഏകാദശി ടു ഏകാദശി അവസാനത്തെ മാസത്തിൽ. അപ്പോൾ ആ ഉത്ഥാന ഏകാദശി അവസാനത്തെ ഏകാദശി ഈ ഞായറാഴ്ച വരുന്നു. അപ്പോൾ അങ്ങനെ കാർത്തിക മാസം അവിടെ തീരുവാണ്. പിന്നെ പൂർണിമ ടു പൂർണിമ നോക്കുന്നവർ ഭീഷ്മപഞ്ചം കൂടെ ചേർത്തിട്ടുള്ള ദിവസങ്ങൾ വരുന്നു. അപ്പോൾ ശീലപ്രഭാത് പറയുന്നു ചാതുർമാസ്യം എല്ലാ ആശ്രമത്തിലുള്ളവരും ഫോളോ ചെയ്യേണ്ടതാണ് എന്നുള്ളത്. ഗൃഹസ്ഥരായിക്കോട്ടെ സന്യാസി ആയിക്കോട്ടെ എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നതുമാണ്, അത്ര ബുദ്ധിമുട്ടുമല്ല, അത് ചെയ്യേണ്ടതുമാണെന്ന് പ്രഭാത് ഇവിടെ പറയുന്നു. അപ്പോൾ ആദ്യത്തെ മാസത്തിൽ ഇല ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ചും ചീര പോലുള്ളത് കഴിക്കില്ല. 2ാമത്തെ മാസത്തിൽ തൈര്, 3ാമത്തെ മാസം പാല്, 4ാമത്തെ മാസം ഉഴുന്നുപരിപ്പും അങ്ങനെയുള്ള മസൂർ ദാല്, രാജ്മ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കും. അപ്പം അങ്ങനെയാണ് ഹൈ പ്രോട്ടീനുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുന്നത്. അപ്പം അങ്ങനെ 4 മാസങ്ങൾ നമ്മൾക്ക് റെസ്ട്രിക്ഷൻ കൊണ്ടുവരാം കുറച്ച് ഭക്ഷണത്തിൽ എന്ന് പറയുന്നു. ഇതത്ര ബുദ്ധിമുട്ടുള്ള ഒരു തപസ്യല്ല ശരിക്കും, ഇതിനും വലിയ തപസ്യകളുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ ഉത്തമമാണ് എന്ന് പ്രഭുപാദ് ഇവിടെ പറയുന്നു. 170. പിന്നെ വേറൊരു പ്രത്യേകത കൊണ്ടുണ്ട്. ചാതുർമാസ്യം എന്ന് പറയുമ്പോൾ സാധാരണ മഴക്കാലമാണ് ഈ ഒരു സമയത്ത്. ഈ ചാതുർമാസ്യ സമയത്ത് സാധാരണ സന്യാസിമാരൊന്നും യാത്ര ചെയ്യില്ല. അവരെവിടെയാണോ അവിടെ നിൽക്കും.
മഹാപ്രഭുവിൻ്റെ ലീലയിൽ നോക്കിക്കഴിഞ്ഞാൽ ചാതുർമാസ്യത്തിൽ ഒരിക്കൽ അദ്ദേഹം സൗത്ത് ഇന്ത്യൻ ടൂർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം രംഗനാഥ് ക്ഷേത്രത്തിൽ ഉള്ള ശ്രീരംഗത്തിൽ ഉണ്ടാവുന്ന സമയത്ത് ശ്രീരംഗത്തിലെത്തുമ്പോൾ അദ്ദേഹം ചാതുർമാസ്യ സമയത്താണ് എത്തുന്നത്. പിന്നീട് അദ്ദേഹം 4 മാസം അവിടെ നിൽക്കുന്നു. ഇപ്പോൾ ശില ഗോപാൽ ഭട്ട ഗോസ്വാമിയുടെ വീട്ടിൽ വെങ്കട്ട് ഭട്ടൻ്റെയും ശ്രീപാദ് പ്രബോധാനന്ദ സരസ്വതിയുടെയും കൂടെ നിൽക്കുന്നു 4 മാസം കൂടെ. ആ സമയത്ത് ഗോപാൽ ഭട്ട ചെറിയ കുട്ടിയായിരുന്നു. ഇപ്പോൾ ഗോപാൽ ഭട്ടയ്ക്ക് മഹാപ്രഭുവിനെ സേവിക്കാനുള്ള കുറേ അവസരങ്ങളും കിട്ടുന്നു. ആ ഒരു സെക്ഷനും നമ്മളിവിടെ ചൈതന്യ ചരിതാമൃതത്തിൽ കാണും പിന്നീട്. പിന്നെ അതേപോലെ തന്നെ വേറെ ഒരു പ്രത്യേകത ചാതുർമാസ്യ സമയത്ത് തന്നെയാണ്. ചൈതന്യ മഹാപ്രഭു ജഗന്നാഥപുരിയിലുള്ള സമയത്ത് പിന്നെ അദ്ദേഹം എവിടെ യാത്ര പോവില്ല, അവിടെ തന്നെ ഉണ്ടാവും. ആ സമയത്താണ് രഥയാത്ര നടക്കുന്നതും ഒരുപാട് വിശേഷങ്ങൾ നടക്കുന്നുണ്ട്. ജന്മാഷ്ടമി, രാധാഷ്ടമി, പിന്നെ കാർത്തിക മാസം കൂടെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആ സമയത്താണ് നവദ്വീപിൽ നിന്ന് എല്ലാ ഭക്തരും മഹാപ്രഭുവിൻ്റെ സംഘത്തിന് വേണ്ടിയിട്ട് ജഗന്നാഥ്പുരിയിലേക്ക് വരുന്നത്. ഇത് എല്ലാ വർഷവും അവർ ചെയ്തിരുന്നു. മഹാപ്രഭുവോടെ ഉള്ള സമയത്ത് മുഴുവനും എല്ലാ വർഷവും കൊണ്ടുവരുന്നത് ആരാണ്? ശിവാനന്ദ സേനാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ 4 മാസത്തെ ടൂറാണ് അവർക്ക്. നമ്മളിപ്പോൾ വൃന്ദാവനത്തിലും മായപ്പൂരിലൊക്കെ പോകുമ്പോൾ ഒരാഴ്ചയുടെ ഒരു ട്രിപ്പിനാണ് പോകുന്നത്. ഇപ്പോൾ കാർത്തിക മാസം കുറച്ച് ഡിവോട്ടീസൊക്കെ ഇവിടെ ഐശ്വര്യ മാതാജിയും ഡിവോട്ടീസും കുറേ പേര് പോയിട്ടുണ്ടായിരുന്നു കാർത്തിക മാസത്തിലെ ഇവിടെ വൃന്ദാവനത്തിൽ. അപ്പോൾ അതേപോലെ ഒരുപാട് ഭക്തർ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നത് വളരെ ഉത്തമമാണ് തീർച്ചയായിട്ടും. പക്ഷേ അന്നത്തെ കാലത്ത് നവദ്വീപ് വാസികൾ 4 മാസമാണ് മഹാപ്രഭുവിൻ്റെ കൂടെ 4 മാസം ഇരിക്കാനുള്ളൊരു മഹാസൗഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കുക എന്തായിരിക്കും എന്നുള്ളത്. എല്ലാ ദിവസവും കീർത്തനവും അതേപോലെ ഹരികഥയും, കീർത്തനം ഹരികഥ പ്രസാദം ഇത് മാത്രം 4 ദിവസം ഹരി പോൽ. മഹാരാജ് പ്രതാപരുദ്ര അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തു കൊടുക്കുമായിരുന്നു മഹാപ്രഭുവിൻ്റെ പാർശ്വത്തിലൊക്കെ വരുന്ന സമയത്ത്. അതിമനോഹരമായിട്ടുള്ള ലീലകൾ, ഒരുപാട് കണക്ഷൻ നമുക്ക് കാണാം ചാതുർമാസ സമയം ആക്ച്വലി. സോ ഇതെല്ലാം നമുക്ക് ഓർക്കാം. ചാതുർമാസം എന്ന് പറയുമ്പോൾ മഹാപ്രഭുവിൻ്റെ ലീലകൾ ഒരുപാട് അതിൽ വരുന്നു. 170 ശ്രീമുഖേ മാധവപുരിര അമൃത ചരിത ഭക്തഗണേശുനായ പ്രഭു കരേ ആസ്വദിത. ഹരേ കൃഷ്ണ. ശ്രീമുഖേ മാധവപുരീര അമൃതചരിത ഭക്തഗണേശുനായ പ്രഭുകരെ ആസ്വാദിത. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. അപ്രകാരം ശ്രീ ചൈതന്യ മഹാപ്രഭു മാധവേന്ദ്രപുരിയുടെ അമൃതചരിതം ഭക്തന്മാരെ കേൾപ്പിക്കുകയും ആ ലീലകളെ സ്വയം ആസ്വദിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ചൈതന്യ മഹാപ്രഭു ശ്രീ നിത്യാനന്ദ പ്രഭുവിനും മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുന്നതാണ്. അവർ തമ്മിലുള്ള ചർച്ചയാണ് ഈ ഒരു സ്റ്റോറി മുഴുവനും. അവർ ഗോപിനാഥിൻ്റെ അടുത്ത് വന്ന സമയത്ത് ആ സമയത്ത് ഗോപിനാഥനെ കണ്ടപ്പോൾ ഇദ്ദേഹം പറയുന്ന, അവർ തമ്മിൽ ചർച്ച ചെയ്യുന്നതാണ് ഈ ഒരു കഥ, ഈ ഒരു സ്റ്റോറി, മുമ്പ് നടന്നിട്ടുള്ള കാര്യം. അപ്പോൾ നിത്യാനന്ദ പ്രഭു എല്ലാവരും ഉണ്ട് അവിടെ കൂടെ. നോക്കാം അടുത്ത ശ്ലോകം. പ്രഭു കഹേ നിത്യാനന്ദ കരഹ വിചാർ പൂരി സമ ഭാഗ്യവാൻ ജഗത്തെ നഹി ആർ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു കഹി നിത്യാനന്ദ കരഹ വിചാര പൂരി സമ ഭാഗ്യവാൻ ജഗത്തെ നാഹി ആര. വർത്തനം ബൈ ഹി ശ്രീ വെങ്കടേഷ് സഭ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. മാധവേന്ദ്രപുരിയെ പോലെ ഭാഗ്യവാനായ മറ്റാരെങ്കിലും ഈ ലോകത്തിലുണ്ടോ എന്ന് വിലയിരുത്താൻ ശ്രീ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിനോട് പറഞ്ഞു. ഹരേ കൃഷ്ണ. മഹാപ്രഭു പറയുന്നു നിത്യാനന്ദ പ്രഭുവിനോട്, മാധവേന്ദ്രപുരിയെ പോലെ ഭാഗ്യവാൻ വേറെ ആരും ഉണ്ടാവും? ഭഗവാൻ ഗോപിനാഥ് അദ്ദേഹത്തിന് വേണ്ടി പായസം മോഷ്ടിക്കുന്നു, മാറ്റിവെക്കുന്നു. ഇത്രയും ഭാഗ്യം ചെയ്തിട്ടുള്ള വേറെ ആരും ഉണ്ടാവുമെന്ന് നിത്യാനന്ദ പ്രഭുവിനോട് പറയുകയാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുമോ? താങ്കളൊന്ന് വിലയിരുത്തൂ എന്നാണ് പറയുന്നത്. ദുഗ്ധദാന ചലേ കൃഷ്ണ യാരെ ദേഖദില തീന ഭാരെ സ്വപ്നെ ആസി യാര ആജ്ഞ കൈല. ഹരേ കൃഷ്ണ പ്രഭുജി. ദുഗ്ധദാന ചലേ കൃഷ്ണ യാന്റെ ദേഖദില തീന ഭാരെ സ്വപ്നെ ആസി യാന്റെ ആജ്ഞ കൈല. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു,
പാൽ നൽകാനായി കൃഷ്ണൻ മാധവേന്ദ്രപുരിക്ക് ദർശനം നൽകി. അവിടുന്ന് 3 തവണ സ്വപ്നത്തിൽ മാധവേന്ദ്രപുരിക്ക് ആജ്ഞ നൽകി. എത്ര ഭാഗ്യവാനാണ് അദ്ദേഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മഹാപ്രഭു പറയുന്നു, മാധവേന്ദ്രപുരി പോലെ ഭാഗ്യവാനില്ല. ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് മാധവേന്ദ്രപുരിക്ക് വേണ്ടി പായസം കൊടുക്കുന്നു. മാത്രമല്ല 3 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ വരുന്നു എന്നാണ് പറയുന്നത്. ആർക്ക് പറയാൻ സാധിക്കും എപ്പോഴൊക്കെയാണ് 3 പ്രാവശ്യം വരുന്നത്? യെസ്, ഹരേ കൃഷ്ണ. കേട്ടില്ല. ശീലപ്രഭാതരുടെ സ്വപ്നത്തിലെ വേദന അല്ലല്ല, അതല്ല ചോദിച്ചേ. പ്രഭുപാദൻ്റെ സ്വപ്നമല്ല. മാധവേന്ദ്രപുരിക്ക് 3 പ്രാവശ്യം ഭഗവാൻ സ്വപ്നത്തിൽ വരുന്നു എന്നാണ് മഹാപ്രഭു പറയുന്നത്. അപ്പോൾ അത് എപ്പോഴൊക്കെയായിരുന്നു എന്നാണ് ചോദ്യം. ഒന്ന് മറ്റേ ഗോപിനാഥന്റെ ജഗന്നാഥപുരിയിൽ പോയി ചന്ദനം കർപ്പൂരം കൊണ്ടുവരണം എന്ന് പറയുന്നല്ലോ. ഓക്കെ, വിഗ്രഹം മണ്ണിന്റെ അടിയിൽ കിടക്കുന്നു എന്ന് പറയുന്നത്. റോഷി മാതാജി പറഞ്ഞത് 1 ഇനി 2. വിഗ്രഹം മണ്ണിന്റെ അടിയിൽ കിടക്കുന്നു പറഞ്ഞത്. ഗോപാല് പറഞ്ഞു ഞാൻ മണ്ണിന്റെ അടിയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞത് 1 പ്രാവശ്യം വന്നു. യെസ്, 2. മൂന്നാമത്തത് ഇത് ഗോപിനാഥനെ ചന്ദനവും കർപ്പൂരവും കൊടുത്താൽ മതി ഗോപാൽ എന്ന് പറയുന്നത് അല്ലേ. വെരി നൈസ്, താങ്ക് യു. യെസ്, അങ്ങനെ 3 പ്രാവശ്യം ഗോപിനാഥും ഗോപാലും തമ്മിൽ വ്യത്യാസമില്ല. 3 പ്രാവശ്യം ഭഗവാൻ അവിടെ സ്വപ്നത്തിൽ വന്ന് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. യാര പ്രേമേവ സഹായ പ്രകട ഹായില സേവ അംഗീകാര കരി ജഗത്ത തരില. ഹരേ കൃഷ്ണ പ്രഭു. യാൻട്ര പ്രേമേ വശഹായ പ്രകട ഹൈല സേവ അംഗീകാരകാരി ജഗത തരില. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭിചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. മാധവേന്ദ്രപുരിയുടെ പ്രേമഭക്തിക്ക് വശംവദനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഗോപാല വിഗ്രഹ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ സേവനം സ്വീകരിക്കുകയും ലോകത്തെ ഉദ്ധരിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ശ്രീപാദ് മാധവേന്ദ്രപുരിയുടെ ഹൃദയത്തിലുള്ള പ്രേമം, കൃഷ്ണപ്രേമം കൊണ്ട് ഗോപാല് അദ്ദേഹത്തിൻ്റെ ആ ഒരു അധീനതയിൽ വരുന്നു. കാര്യം മാധവേന്ദ്രപുരി പോലെ ശുദ്ധഭക്തൻ്റെ അഹം ഭക്ത പരാധീനോ ഹി അസ്വതന്ത്ര ഇവദ്വിജ ഭഗവാൻ പറയുന്നതാണ് ദുർവാസമുനിയോട് അംബരീഷ് ചരിത്രത്തിൽ. അഹം ഭക്ത പരാധീനം, ഞാൻ ഭക്തരുടെ പരാധീന, ഞാൻ ഭൃത്യനായി മാറും ഭക്തരുടെ. ഭഗവാന്റെ പൊസിഷൻ പരിശുദ്ധ ഭക്തരുടെ മുമ്പിൽ ഞാൻ അവരുടെ കയ്യിലുള്ള കളിപ്പാട്ടം പോലെയാണെന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ അത് അഭിമാനത്തോടു കൂടിയിട്ടാണ് പറയുന്നത്. ഇവിടെ ശ്രീപാദ് മാധവേന്ദ്രപുരിയുടെ ആ പ്രേമം, കൃഷ്ണപ്രേമം, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അത്രമാത്രം പ്രേമവും ഭക്തിയാണുള്ളത്, പരിശുദ്ധ ഭക്തിയാണ്. അതുകൊണ്ട് കൃഷ്ണൻ അദ്ദേഹത്തിന് മുമ്പിൽ ദർശനം കൊടുക്കുന്നു, അദ്ദേഹത്തോട് സംസാരിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി പായസം മാറ്റിവെക്കുന്നു. അതുപോലെ മാധവേന്ദ്രപുരിയുടെ എല്ലാ സേവനങ്ങളും സ്വീകരിക്കുന്നു. അങ്ങനെ ഈ ലോകത്തിലെ എല്ലാവരെയും ഉദ്ധരിക്കുന്നു. അതാ പറയുന്നത്. യാര ലാഗി ഗോപിനാഥ ക്ഷീര കൈല ചോരി ആത ഏവ നാമ ഹൈല ക്ഷീര ചോര കരി. ഹരേ കൃഷ്ണ. യാൻഡലാഗി ഗോപിനാഥ ക്ഷീര കൈല ചുരി അതയേവ നാമ ഹൈല ക്ഷീര ചോര കരി. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. മാധവേന്ദ്രപുരിക്ക് വേണ്ടി ഭഗവാൻ ഗോപിനാഥൻ ക്ഷീരം മോഷ്ടിച്ചു. അപ്രകാരം അവിടുന്ന് ക്ഷീരചോരൻ എന്ന നാമധേയത്തിൽ പ്രശസ്തനായി. ഹരേ കൃഷ്ണ. ശ്രീപാദ് മാധവേന്ദ്രപുരിക്ക് വേണ്ടി ഗോപിനാഥ് പായസം മോഷ്ടിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു പേര് വരുന്നു, ക്ഷീരചോര ഗോപിനാഥ്. അങ്ങനെയുള്ള പേരിൽ അദ്ദേഹം ഫേമസ് ആവുന്നു. ആര്? ഭഗവാൻ. ഭഗവാന്റെ ഓരോ ലീലകൾ നോക്കൂ. ഇവിടെ പായസം കട്ടെടുത്തപ്പോൾ ആ പേര് വരുന്നു, ഭഗവാൻ ആ പേരിൽ ഫേമസ് ആവുന്നു. ഭഗവാൻ ഓൾറെഡി ഫേമസ് ആണ്, പക്ഷേ ഭഗവാന്റെ ഒരു പേരും കൂടെ അവിടെ വരുന്നു, ക്ഷീരച്ചോർ ഗോപിനാഥ്. ഇതേപോലെ റൺചോർ എന്ന് വിളിക്കുന്നു ഭഗവാനെ. അത് ജരാസന്ധനും അവരൊക്കെ കൃഷ്ണനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ നോക്കി. കൃഷ്ണൻ മനഃപൂർവ്വം യുദ്ധം ചെയ്യാതെ ഇരിക്കും, എന്നിട്ട് ഓടിപ്പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം യുദ്ധം ചെയ്യാതെ പോവും. അപ്പോൾ അദ്ദേഹത്തെ ഇവരെല്ലാവരും കളിയായിക്കൊണ്ട് പറയും യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോകുന്നു, പേടിച്ചു പോകുന്നു എന്ന്, ജരാസന്ധനൊക്കെ. അപ്പോൾ അദ്ദേഹത്തിന് റൺചോർ എന്നുള്ളൊരു പേരുണ്ട്. ഇപ്പോൾ ഇവിടെ ക്ഷീർചോർ, റൺചോർ, പിന്നെ വേറൊരു പേര് നമ്മുടെ വൃന്ദാവനത്തിലുള്ള പേര് മഖൻ ചോർ.
ഇപ്പൊ ചോരൻ ആ ഇപ്പൊ ചോരൻ ആ സോ ഭഗവാന്റെ ലീലകളനുസരിച്ച് അദ്ദേഹത്തിന് ഒരുപാട് പേരുകളുണ്ട്. അപ്പോൾ അദ്ദേഹം കക്കുവാണെങ്കിലും അതും അതീന്ദ്രിയ തലത്തിലാണ്. നമ്മുടെ ഈ ഭൗതിക ലോകത്തിലെ കക്കലല്ല അതിൽ ലീലയും അത് ലീലയുടെ ഭാഗമാണ്. അത് ഒരുപാട് മാധുര്യമുണ്ട് അതെല്ലാം അതീന്ദ്രിയ തലത്തിലുള്ളതാണ്. മാത്രമല്ല ആ ഒരു ലീല വെച്ച് അദ്ദേഹത്തിൻ്റെ ലീലകൾ ആളുകൾ പറയുന്നു, അല്ലെങ്കിൽ എപ്പോഴും സ്തുതിക്കുന്നു ആ ലീല പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണ് ഭഗവാൻ. ബില്വമംഗല ഠാക്കൂർ പറയുന്നു, ഹൃദയസ്ഥ ചൗരം ചൗരാഗ്രഗണ്യം പുരുഷം നമാമി. കൃഷ്ണനെ വിളിക്കുന്ന ചൗരാഗ്രഗണ്യം, അതായത് കള്ളന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കള്ളനാന്ന് പറയുന്നു. ബില്വമംഗല ഠാക്കൂറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാവം അതാണ്. ഹരേ കൃഷ്ണ. സോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ശ്രീല പ്രഭുപാദ് കി ജയ്, श्री चैतन्य चरितमृत की जय, श्रील कृष्णदास कविराज गोस्वामी की जय, श्रीपाद माधवेंद्रपुरी पाद की जय, श्री गोपाल श्री गोपीनाथ की जय, निताय गौर प्रेमानंदे. हरे कृष्ण. നല്ല കാശായിരുന്നു. ഹരേ കൃഷ്ണ. എത്ര ശ്ലോകം പഠിപ്പിച്ചത്? 174 വരെ. ഹരേ കൃഷ്ണ. നല്ല കാശായിരുന്നു. ഹരേ കൃഷ്ണ. ശില പ്രഭുപാദ് കി ജയ്. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളോ പറയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്നാവാം. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കാർത്തിക യാത്രയൊക്കെ മനോഹരമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഭഗവാന്റെ കൃപയാൽ ഗുരുവിന്റെ കൃപയാൽ വളരെ നന്നായിരുന്നു പ്രഭു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്രാവശ്യം ഗോവർദ്ധന് കുക്ക് ചെയ്യാൻ പറ്റി. മഹാരാജിനെ തൊട്ടടുത്ത് ഒരു കൈ അടുത്ത് കാണാൻ പറ്റി. ഹരേ കൃഷ്ണ പറയാൻ പറ്റി. മഹാരാജിന്റെ ബ്ലെസ്സിങ്സ് കിട്ടി. നേരിട്ട് ചാൻഡ് ചെയ്യാൻ പറ്റി. ഒരു 5 ദിവസമൊക്കെ മഹാരാജിന്റെ കൂടെ ചാൻഡ് ചെയ്തു. മഹാരാജ് എപ്പോഴും യാത്രയ്ക്ക് പോകുമ്പോ അദ്ദേഹം വരും, കാലത്ത് വരും. അതെ അതെ, നല്ലായിരുന്നു. പക്ഷെ ഒരേ ഒരു ഡിസ്റ്റൻസ് കുറച്ച് കൂടുതലായിരുന്നു പ്രഭു. ഗോവർദ്ധനിന്ന് റൂംസ് എല്ലാവർക്കും ഒരു 5 കിലോമീറ്റേഴ്സിന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് അവിടുത്തെ ലോക്കൽസ് അത് ഭയങ്കരമായിട്ട് നമ്മളെ ഡിസ്റ്റർബും ചെയ്തു. കറക്കി കൊണ്ടുപോവുക, എക്സ്ട്രാ പൈസ മേടിക്കുക. പക്ഷെ അത് യാത്ര കമ്മിറ്റി അറിഞ്ഞിട്ട് അവർ ഉച്ചയ്ക്കും രാത്രി നമുക്ക് സെപ്പറേറ്റ് വണ്ടി വിട്ടു തന്നു. അതുകൊണ്ട് കുറച്ചത് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ബട്ട് ഈ ഒരു അക്കോമഡേഷൻ്റെ ഒരു ചെറിയൊരു ചലഞ്ച് വന്നു. നമുക്ക് അവസാനമാണ് സ്ലോട്ട് കിട്ടിയത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞങ്ങൾ ഫാമിലി 2 പേര് മാത്രം ഉള്ളത് കൊണ്ട് ഇപ്പോൾ ചിൽഡ്രൻസ് ഉണ്ടെങ്കിലും കുട്ടികളുണ്ടെങ്കിലും മുതിർന്നവരുണ്ടെങ്കിലും കുറച്ചും കൂടെ ഈസിയാണ് കിട്ടാൻ. ഇല്ലെങ്കിൽ ഇത്തിരി പാടാണ്. ഇല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ഒരു ചാൻസാണ് നമുക്ക് വരുന്നത്. സോ ഞങ്ങൾ നോക്കിയപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ റൂമും കാലിയായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു റീസണും ഉണ്ടായിരുന്നു ഇതിൻ്റെ പുറകിൽ ഞങ്ങൾ വരാതിരിക്കാൻ. അല്ലെങ്കിൽ മഹാരാജൻ്റെ യാത്രയ്ക്ക് നമ്മൾ എന്തായാലും വന്നിരിക്കും. പക്ഷെ ബാക്കിയെല്ലാം ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പ്രഭു. പറയാനില്ല, മഹാരാജൻ്റെ രാധാ ഗോപിനാഥൻ ടെമ്പിളിലെ യാത്രാസ് എപ്പോഴും അങ്ങനെയാണ്. അത് ഒന്നും പറയാനില്ല. പ്രസാദത്തിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, എല്ലാ അറേഞ്ച്മെൻറ്റ്സിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീല രാധാ മഹാരാജൻ്റെ മഹാകൃപ, അദ്ദേഹത്തിൻ്റെ വാണി കേൾക്കുക എന്ന് പറയുന്നത് തന്നെ അതിനും വലിയൊരു മഹാസൗഭാഗ്യം എന്താണുള്ളത്. മഹാരാജന്റെ കീർത്തൻ, നല്ല കീർത്തൻ ഉണ്ടാവും ലാസ്റ്റ് മഹാരാജന്റെ. ഒന്നും പറയണ്ട, 3-4 മണിക്കൂർ മഹാരാജ് ക്ലാസ് എടുക്കും. പിന്നെ പിള്ളേരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഈ ഏജിൽ മഹാരാജന് കണ്ണാടി വേണ്ട, ഇത് ഇത്രയും 4 മണിക്കൂർ ഒറ്റയടിക്ക് ഇരിക്കുന്നത്, നമുക്കൊരു 10 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ കാല് വേദനിക്കുന്നു, കൈ വേദനിക്കുന്നു, എണീക്കണം. 4 മണി അനങ്ങില്ല. അറിയാം എനിക്ക്. ഞാൻ എൻ്റെ ഹരേകൃഷ്ണ ജീവിതത്തിൽ, ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്നപ്പോൾ ആദ്യം കേട്ടു തുടങ്ങുന്ന ശ്രീല രാധാ മഹാരാജനെയാണ്. അതുകൊണ്ട് രാധാ മഹാരാജ് ഇന്നും എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ള എൻ്റെ ഗുരുസ്ഥാനത്ത് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ
രീതികളും നല്ലവണ്ണം അറിയാം. ഒരുപാട് സന്തോഷം, ഇങ്ങനെയുള്ള സന്തോഷമല്ല, മഹാസൗഭാഗ്യം എന്ന് വിചാരിക്കണം. അങ്ങനെയുള്ള വരിഷ്ഠരായിട്ടുള്ള ഭക്തരെ, സാധുവിനെ കാണുവാനും സംഘം കിട്ടുക എന്നൊക്കെ പറയുന്നത് നമ്മളെല്ലാവരും വളരെ ഫോർച്ചുനേറ്റ് ആണ് ആക്ച്വലി. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ ഒരു ഹ്യൂമിലിറ്റിയും അദ്ദേഹത്തിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺപാരലഡ്. ഒരു ഒന്നും പറയാനില്ല അപ്പുറത്ത്. തൃണാദപി ശുനിചേന എന്താ ശ്ലോകം, അത് മഹാരാജനെ ഓർത്താൽ മതി. അതിന്റെ പെർസോണിഫിക്കേഷനാണ് അദ്ദേഹം. അതെ, എനിക്ക് എപ്പോഴും മഹാരാജിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും ഭയങ്കര മെമ്മറി എന്ന് വെച്ചാല് ഞങ്ങളുടെ ഗുരു മഹാരാജ് ഹിസ് ഹോളിനെസ് മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജ് ഇവിടുന്ന് സമാധിയായി ലാസ്റ്റ് ടൈമില് മഹാരാജിന്റെ സമാധി സ്ഥലത്ത് ഞങ്ങള് വെയിറ്റ് ചെയ്യുമ്പോ സമാധി കഴിഞ്ഞു, എല്ലാവരും പിരിഞ്ഞു പോയി. അപ്പൊ ഞങ്ങള് കുറച്ച് ഡിസേബിൾസ് മാത്രം ഭയങ്കര വിഷമിച്ച് അവിടെ ഇരിക്കുമ്പോ രാനാസ്വാമി മഹാരാജ് ഇത് അറിഞ്ഞിട്ട് പോയ മഹാരാജ് തിരിച്ചു വന്ന് ഞങ്ങളുടെ കൂടെ വീണ്ടും എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 1/2 hour to 1 hour നമ്മുടെ കൂടെ ഇരുന്ന് സംസാരിച്ച് അവിടെ നിന്ന് നമ്മളെല്ലാരെയും ഓക്കെ ആണെന്ന് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുപോകുന്നത് വരെ മഹാരാജ് അത്രയും കെയർ മഹാരാജ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ അവിടെ പോയപ്പോ വേറൊരു വരിഷ്ഠ വൈഷ്ണവൻ പറഞ്ഞു, ഇപ്പോഴത്തെ പിള്ളേരും ഇപ്പൊ ഞങ്ങള് മോളെയും കൊണ്ടാണ് പോയത് പ്രഭു. കാരണം സ്കൂളുണ്ട് എല്ലാം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ടൈമിൽ അവർക്ക് കിട്ടുന്ന ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പോയി പെർമിഷൻ എടുത്ത് ഭഗവാൻ സഹായിച്ചു പരീക്ഷയുടെ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമായിരുന്നു യാത്ര വന്നത്. അതെല്ലാം ഭഗവാൻ നമുക്ക് ഒരു അറേഞ്ച്മെന്റ് ചെയ്തു തന്നു. അപ്പൊ ഒരു വൈഷ്ണവന് മോൾക്ക് പറഞ്ഞു കൊടുത്തു, അതായത് നിങ്ങൾക്കിപ്പോ പ്രഭുപാദിന്റെ ഡിസൈപ്പിൾസിനെ അറ്റ് പ്രസന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഒരു ജനറേഷനോ നെക്സ്റ്റ് ജനറേഷനോ അവർക്ക് ഡയറക്റ്റ് പ്രഭുപാദ് ഡിസൈപ്പിൾസിനെ കാണാൻ പറ്റിയെന്ന് വരത്തില്ല. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അപ്പോ നിങ്ങൾ അത്രയും ഫോർച്ചുനേറ്റ് ആണ്. അതുകൊണ്ട് ഒരുപാട് അതൊക്കെ യൂട്ടിലൈസ് ചെയ്യണം. അപ്പം ഓരോ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും കുട്ടികൾക്കും അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആവുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രഭു. തീർച്ചയായിട്ടും. പ്രഭുപാദ് ഡിസൈപ്പിൾസ് എല്ലാവരും 70+ ആണ് ഇപ്പോൾ. സോ തീർച്ചയായിട്ടും ഇനി ഓരോ ഓപ്പർച്യൂണിറ്റിയും ഇവരെ കാണുവാനും അവരെ സെർവ് ചെയ്യാനും അവരിൽ നിന്ന് കേൾക്കുവാനുള്ള ചാൻസ് കിട്ടുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്, ഓടിപ്പോകണം. ഭക്തി നരസിംഹ മഹാരാജ് ഒരു കുട്ടിയെ പോലെ സ്റ്റേജിൽ കയറി ചാടി ഡാൻസ് ചെയ്യും. ഈ ഒരു ഏജില് നമുക്ക് വണ്ടർ അടിച്ചത് എന്താണ്. നമുക്കൊന്ന് ഡാൻസ് 5 മിനിറ്റ് കളിക്കുമ്പോൾ നമ്മൾ ക്ഷീണിക്കും, പലതും ഉണ്ടാവും. പക്ഷെ മഹാരാജ് ദ എക്സ്ട്രീം, രാനാസ്വാമി മഹാരാജ് കീർത്തൻ ചെയ്യും, ഭക്തി നരസിംഹ മഹാരാജ് ഡാൻസ് ചെയ്യും. കാണുമ്പോ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും മിനിമം എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ് കാർത്തിക് യാത്ര. ചന്ദ്രമൗലി മഹാരാജ് ഉണ്ടായിരുന്നില്ലേ ഇത്തവണ? ഉണ്ടായിരുന്നു പ്രഭു, ഉണ്ടായിരുന്നു. ചന്ദ്രമൗലി മഹാരാജ് ഡാൻസിന്റെ മഹാരാജ് എപ്പോഴും ചന്ദ്രമൗലി മഹാരാജാണ്. കാര്യം ഭക്തി വിഘ്നവിനാശ നരസിംഹ മഹാരാജ് ഇവിടെയായിരുന്നു ആക്ച്വലി, ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം ശ്രീലങ്കൻ യാത്രയില് നമ്മുടെ ഈ സോളിനസ് റോംപാ സ്വാമി മഹാരാജിന്റെ കൂടെയായിരുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. ഇവിടെ ചന്ദ്രമൗലി മഹാരാജ് രാജനാഥ് മഹാരാജിന്റെ വളരെ ക്ലോസാ. അവർ രണ്ടുപേരും വളരെ ക്ലോസാ. അദ്ദേഹത്തിന്റെ ഡാൻസ് പറയുകയും വേണ്ട, അദ്ദേഹം ഫുൾ ആക്റ്റീവ്. വെരി നൈസ്. അതെ അറിയാം. കഴിഞ്ഞ പ്രാവശ്യം മായപ്പൂരിൽ വന്നപ്പോൾ ശ്രീല ജയപ്രതാപ് സ്വാമി മഹാരാജ് എല്ലാ ദിവസവും ക്ലാസ് കൊടുത്തു. 4 ദിവസം. ഒരു ദിവസം മഹാരാജിന് വയ്യാതെയായി, ബാക്കി എല്ലാ ദിവസം കൊടുത്തിരുന്നു. പിന്നെ അതേപോലെ ജഗന്നാഥ്പുരിയിൽ അതിന് മുന്നത്തെ വർഷമുള്ളപ്പോഴും ഞങ്ങളുണ്ടായിരുന്നു. അന്ന് ഭക്തി പുരുഷോത്തം മഹാരാജും ചന്ദ്രമൗലി ചന്ദ്രമൗലി മഹാരാജും ഉണ്ടായിരുന്നു. ശരി, നിങ്ങൾക്ക് സനാതൻ പ്രഭുവിന്റെ ഒരു ക്ലാസ് കിട്ടി, അങ്ങനെ കുറച്ച് ഡിവോട്ടീസിനെ കിട്ടി. വെരി ഗുഡ്. ഓക്കെ, എന്തായാലും നന്നായി, ഒരുപാട് സന്തോഷം. ഓക്കെ പ്രഭു, താങ്ക് യു. പ്രണാം. ശില പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ.